ശ്രീമദ് ഭാഗവതത്തിലെ രാസക്രീഡാ വർണ്ണനത്തിൽ അന്തർലീനമായ തത്വങ്ങളെ ഒന്ന് വിശദീകരിച്ചു തരാൻ അപേക്ഷിക്കുന്നു. വിശദീകരണം വേണ്ട, ചുരുക്കമായിട്ട് പറയാം. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഭാഗവതത്തിൽ രാസക്രീഡാ വർണ്ണനം, രാസപഞ്ചാധ്യായി. ഇത് ശ്രീകൃഷ്ണനും ഗോപികകളും തമ്മിലുള്ള രാസലീലയാണ്. എന്താണ് രാസലീല? രസോ വൈ ബ്രഹ്മ തസ്യ ഭാവം രാസം. രാസം എന്ന് പറഞ്ഞാൽ രസസംബന്ധിയായത്, രസത്തിൻ്റെ ഭാവം എന്നൊക്കെയാണ് അർത്ഥം. തത് സംബന്ധിത്വം, തത് ഭാവം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആണ് പ്രത്യയം. രസശബ്ദത്തോടു കൂടി വന്നാൽ അത് രാസ എന്നായി മാറും. വളരെ ശ്രദ്ധിക്കുക. എന്താണ് രസം? രസോ വൈ ബ്രഹ്മ. രസം എന്നാൽ ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മസംബന്ധിയായ ലീലയാണ് രാസലീല. ഇതിൻ്റെ സൂക്ഷ്മ തലം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗോപസ്ത്രീകൾ ഭഗവാനെ നാഥനായി ലഭിക്കണമെന്ന് സങ്കല്പിച്ച് 41 ദിവസം നീണ്ടുനിന്ന ഒരു ദേവീവ്രതം എടുത്തു. എന്തായിരുന്നു ദേവീവ്രതത്തിൻ്റെ ലക്ഷ്യം? ഭഗവാനെ നാഥനായി ലഭിക്കണം. അത് വളരെ ശ്രദ്ധിക്കുക. ഭഗവാനെ നാഥനായി ലഭിക്കുക. അങ്ങനെ വ്രതം കഴിഞ്ഞു. വ്രതസ്നാനം ചെയ്യാണ് അവർ. അപ്പം വ്രതസ്നാനം ചെയ്യുന്ന സമയത്ത് അവരങ്ങനെ ജലാശയത്തിൽ സ്നാനത്തിലേർപ്പെട്ടിരിക്കുന്നു. ശരി, ഒരു ചെറിയ തെറ്റ് അവരുടെ അടുത്ത് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. എന്താ തെറ്റ്? നഗ്നോ ന പ്രവിശേത് ജലം എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നഗ്നോ ന പ്രവിശേത് ജലം. ഒരിക്കലും പരിപൂർണ നഗ്നനായിട്ട് ജലാശയത്തിൽ പ്രവേശിക്കരുത് എന്നുണ്ട്. എന്നാൽ പരിപൂർണ നഗ്നനായി ജലാശയത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഒറ്റ സന്ദർഭം, സന്യാസ ദീക്ഷാ സന്ദർഭം. അപ്പം മാത്രമേ അതുള്ളൂ. അവിടെ ജലാശയത്തിൽ നിന്ന് സകല വസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് പരിപൂർണ നഗ്നനായിട്ട് പുറത്തേക്ക് കയറി വന്ന് ആ പരിപൂർണ നഗ്നഭാവത്തിൽ തൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ഒറ്റ പോക്ക് പോകണം വടക്കോട്ട്. അങ്ങനെ വടക്കോട്ട് പോകുന്ന സമയത്ത് ഭുവഃ സുവഃ മഹഃ ജനഃ തപഃ സത്യഃ എന്നീ 7 ലോകങ്ങളെ അതിക്രമിക്കാൻ പുറപ്പെടുന്നവനെ തിരിച്ചു വിളിക്കുകയാണ് ഗുരുനാഥൻ. തിരിച്ചു വിളിച്ച് അവൻ 7ാം പാദം പൂർത്തിയാക്കുന്നതോടുകൂടെ തിരിച്ചു വിളിച്ച്, അതുവരെ വിളിക്കൂല. ആ സമയത്ത് വീണ്ടും ഗുരുനാഥൻ്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുമ്പോഴാണ് ഗൗബീനമെടുത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാലേ അവന് ബ്രഹ്മോപദേശം കൊടുക്കൂ. ഇതാണ് സന്യാസ ദീക്ഷാവിധാനത്തിൽ പ്രധാനമായുള്ള ഒരു വിഷയം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ബോധപൂർവം അവരെ പരിപൂർണ വസ്ത്രങ്ങളും ഉപേക്ഷിച്ചതായി ചിത്രീകരിച്ചു ആചാര്യൻ. മറ്റൊരു സന്ദർഭത്തിലും ഒരാളും പരിപൂർണ നഗ്നന്മാരോ നഗ്നകളോ ആയി കുളിച്ചത് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. അപ്പം ശാസ്ത്രവിരുദ്ധമായത് ഭാഗവത കർത്താവ് എഴുതില്ല. അഥവാ ശാസ്ത്രവിരുദ്ധമായത് അവർ ചെയ്തു എന്നാണെങ്കിൽ അതിന് തക്ക ശിക്ഷ അവർ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുണ്ടായിട്ടില്ല. ഇത് പറഞ്ഞത് ശരിക്കും ഘടിപ്പിച്ച് ചിന്തിക്കുക. ഈ സന്ദർഭത്തിലാണ് ഭഗവാൻ ഇവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി മരത്തിൻ്റെ മുകളിൽ വെച്ചു. ഈ വസ്തുത അവർ മനസ്സിലാക്കിയിട്ടാണ്, അയ്യോ താ കൃഷ്ണ തരൂ കൃഷ്ണ വസ്ത്രം തരൂ എന്ന് പറഞ്ഞിട്ട്, ഒന്നും തരാൻ പോണില്ല, തരണമെങ്കിൽ പുറമേക്ക് കയറി നിന്ന് എന്നെ തൊഴുത് 2 കൈ കൊണ്ടും തൊഴുത് പ്രാർത്ഥിക്കണം. ഇതിപ്പോൾ ഇവിടെ ഈ ഹാളിലിരുന്ന് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് പറയാൻ നമുക്ക് വളരെ സുഖമാണ്. പക്ഷേ ഈ ദ്വന്ദ്വഭാവന, ദേഹോഹം ബോധം ഇവയെ അതിക്രമിക്കുക ഒട്ടും എളുപ്പമല്ല. പരിപൂർണ നഗ്നനായി ഗുരുനാഥന് മുമ്പിൽ വന്ന് നമസ്കരിക്കുക എന്ന് പറയാനൊക്കെ എളുപ്പമാണെങ്കിലും അതത്ര എളുപ്പമുള്ള ഇടപാട് അല്ല. അതുകൊണ്ട് അവരൊരു കൈ കൊണ്ട് നഗ്നത പൊത്തി
മറ്റേ കൈ കൊണ്ട് അതൊന്നും പറ്റില്ല, പരിപൂർണമായി തൊഴണം. അങ്ങനെ അവരെ ലജ്ജ എന്നുള്ള ഭാവത്തിനും അതിനും കാരണമായ അന്യത്വഭ്രമത്തിൽ നിന്നും ഭഗവാൻ ഉയർത്തി. അന്യത്വഭ്രമത്തിൽ നിന്ന് ഉയരുക എന്നുള്ളതാണ് സാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അതോടെ ഒരു സന്യാസിമാർക്കായി സംശയമൊന്നുമില്ല. അപ്പോഴാണ് പറഞ്ഞത് ഇനി നമുക്ക് രാസലീലയാവാം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെ സമ്പൂർണമായി ദേഹതാതാത്മ്യബോധത്തിനപ്പുറത്ത് മറ്റൊന്നിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന ലജ്ജ എന്നുള്ള ഭാവത്തിനപ്പുറത്തേക്ക് ഇവർ ഉയർന്നതിന് ശേഷമാണ് രാസലീല ഉണ്ടാവുന്നത്. അവിടെ രാസലീല തന്നെ ശ്രദ്ധിച്ചാൽ ഭഗവത് ദർശനം ഉണ്ടാവുകയും ഏകീഭാവം ഉണ്ടാവുകയും ആ ഏകീഭാവത്തിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ തന്നെ അഹങ്കാരത്തിൻ്റെയോ മറ്റ് വൃത്തികളുടെയോ സ്ഫുരണത്തിൽ ഭഗവത് തത്വം വിട്ടുപോവുകയും ആ വിട്ടുപോകുന്ന സമയത്ത് പരമവ്യാകുലത ഉണ്ടാവുക എന്നുള്ളതും ആ വ്യാകുലതയിലൂടെ തീർത്തും അനന്യപ്രപത്തി എന്നുള്ളത് സംഭവിക്കുകയും അങ്ങനെ ഭഗവാനെ നേടുക എന്നുള്ളതും അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദിശയിലൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാവും രസോവൈ ബ്രഹ്മ തസ്യ ഭാവം രാസമെന്ന്. ഇത് പറയാതെ ഇതെന്തോ ഇക്കിളിപ്പെടുത്തുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളാണെന്ന രൂപത്തിൽ അങ്ങനെ മണിക്കൂറുകൾ വർണ്ണിക്കുക, അതേ ദൃഷ്ടിയിൽ അതിനെ വിമർശിക്കുക, എന്ത് ബാലിശമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഈ നിലയ്ക്ക് വേണം രാസലീലയെ നോക്കി കാണാനെന്ന് സൂചിപ്പിക്കുന്നു.